എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഈവനിങ് സ്നാക്സ് ആയോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിൽ ഞാൻ മുട്ട ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്താൽ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഒരു ആവറേജ് സൈസിലുള്ള ഒരു 4 to 5 പാൻ കേക്ക്സ് ചുട്ടെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ ഈ മൈദയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ജാഗരി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ജാഗരി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഷുഗർ ആഡ് ചെയ്താൽ മതി. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അത് പൗഡർഡ് ഫോമിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ടോട്ടൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് സാൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ബട്ടർ ആഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബട്ടർ ആഡ് ചെയ്താലും മതി. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാനിവിടെ 1 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് വാം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലല്ല ഒഴിച്ചിട്ടുള്ളത്. ചെറുതായിട്ട് ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹാർഡായിട്ട് മിക്സ് ചെയ്താൽ പാൻ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല ഹാർഡായി മാറും. അങ്ങനെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാകത്തിലാണ്. ഇത്രയും ലൂസായിരിക്കണം. ബാറ്ററിന് തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ട് തിക്നെസ് അങ്ങോട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഇത് വേണമെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെക്കുമ്പോൾ ഫ്ലെയിം കുറച്ചുകൂടി കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മുകളിലെ ഭാഗം ഇത്രയും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഈ മുകളിലെ ഭാഗം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സോഫ്റ്റ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മുട്ട ആഡ് ചെയ്യാത്തത് കൊണ്ട് മുട്ട ഇഷ്ടമില്ലാത്തവർക്കും മുട്ട അലർജി ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. തേനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.